കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ തീരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭാഗ്യവാനാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ നടയിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുന്നത്. കോവിഡ് സമയത്താണ് ആദ്യമായിട്ട് അദ്ദേഹം എന്നെ സമീപിക്കുകയും കോവിഡിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ക്ഷേത്രത്തിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കോവിഡ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി എന്നെ വിളിക്കില്ലേ എന്ന് ചിത്രം ചോദിച്ചു. ഇല്ല, കോവിഡ് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യ ക്ഷേത്രത്തിൽ ഞാൻ കൊണ്ട് കൊണ്ടുചെല്ലി എന്ന് അദ്ദേഹം പറയുകയും എന്നെ ക്ഷണിച്ച് ഈ മഹാദേവന്റെ മുമ്പിൽ നിന്ന് എനിക്ക് കൊട്ടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതിനുള്ള നന്ദി ഞാൻ അജിത്തിനോട് എത്ര പറഞ്ഞാലും ഒരുപാട് സന്തോഷം. വീണ്ടും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടുത്തെ കലാ സാംസ്കാരിക വിശിഷ്ട ബഹുമാനപ്പെട്ട പോലീസ് സേനയിലുള്ള ഡിവൈഎസ്പി CA അദ്ദേഹം ഇവിടുത്തെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. വീണ്ടും എന്താണ് പറയേണ്ടത് എന്നെനിക്ക് അറിയില്ല. എന്തായാലും ഇനിയും ഇവിടെ വരാൻ സാധിക്കട്ടെ. ഇനി വരുന്നത് ഒരുപക്ഷെ ചെണ്ടകൊട്ടാൻ അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഒരു വിശിഷ്ടാന്തി അല്ലെങ്കിൽ പോലും നിങ്ങളിൽ ഒരാളായിട്ട് അതിന്റെ പ്രാവശ്യമോ സകുടുംബം ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം എനിക്ക് കുടുംബമായി വന്ന് നിൽക്കാനുള്ള ഭാഗ്യം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ചെയ്യുന്നു. താങ്ക് യു. കുറച്ച് ഞാൻ ലേറ്റായി പോയി. അജിത്തോടൊന്നും പറയുന്നുണ്ടായിരുന്നു നിർത്തിക്കോളാൻ. പക്ഷേ കേരളത്തിന്റെ അവസാനം അത് തീരാതെ നിർത്താൻ പാടില്ല എന്ന് പറയും ഭഗവാനുണ്ട്. അതുകൊണ്ട് എന്തായാലും വീണ്ടും സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു മനസ്സിലായി. ജയറാമൻ കാന്താര 2 ഷൂട്ട് നടക്കുന്നത്. ആ ഷൂട്ടിൽ നിന്ന് ആ സെറ്റിൽ നിന്നാണ് ഈ പ്രോഗ്രാം നടന്നത്. വിളിച്ചപ്പോൾ ഒരു മടി കൂടാതെ വരാമെന്ന് പറഞ്ഞ് ഒരു മഹത്തായ വ്യക്തിയാണ്. ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ്. നിരവധി ആർട്ടിസ്റ്റുകൾ നമുക്കായിട്ട് പ്രിയപ്പെട്ട ജയറാമേട്ടൻ സ്നേഹാദരമായിട്ട് അദ്ദേഹത്തിന് നൽകുകയാണ്. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഡിവൈഎസ്പി സാറിന് ഈ ഒരു സ്നേഹാദരം കൊടുത്തുകൊണ്ട് ഇനിയൊരു സ്നേഹാദരം നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട SHO ജയകൃഷ്ണൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഏറെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന് നമുക്കറിയാം, ഒരു ഉത്സവം നടത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഒരു പോലീസ് ഫോഴ്സിന്റെ ഉത്തരവാദിത്തം, നമ്മുടെയൊക്കെ സുരക്ഷയൊക്കെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത ഏറ്റവും പോലീസ് ടീമിനെ കൂടെ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആ ഒരു കാറ്റഗറി ഓഫ് സ്നേഹാദരവ് അവാർഡാണ് നൽകാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട കോട്ടത്തല ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജയറാമേട്ടൻ അദ്ദേഹത്തിന് ഈ ഒരു സ്നേഹാദരവ് കൈമാറുന്നു. കേരള കൗമുദി കൊല്ലം ബ്യൂറോയിലെ റിപ്പോർട്ടറാണ് അദ്ദേഹം. 25 വർഷമായി പത്രപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് സാംസ്കാരിക, രാഷ്ട്രീയ, ഗ്രന്ഥശാല, വിദ്യാഭ്യാസ രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. നല്ലൊരു കൈയ്യടി കൊടുക്കാം. നോവലും മഴമേഘങ്ങൾ എന്ന പേരിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാമത്തേത് കാവ്യ സമാഹാരം അദ്ദേഹത്തിന്റെ ഉടൻ പുറത്തിറങ്ങാൻ പോകുന്നതാണ്. നമുക്ക് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കര കോട്ടത്തല സ്വദേശി കൂടിയാണ് അദ്ദേഹം. അടുത്തതായിട്ട് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ G രംഗനാഥൻ സാറിനെ ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുകയാണ്. 5 വർഷമായി ദേശാഭിമാനി ദിനപത്രത്തിന്റെ കൊട്ടാരക്കര ലേഖകനാണ് അദ്ദേഹം. കൂടാതെ സാമൂഹിക, സാംസ്കാരിക, പൊതുമണ്ഡലങ്ങളിലെ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യം കൂടിയാണ്. വാളകം അടൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ നിങ്ങളൊക്കെ നിറഞ്ഞ കൈയോടുകൂടി ജയറാമേട്ടൻ ഈ ഒരു സ്നേഹാദരവ് നൽകുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ രംഗനാഥൻ സാറാണ് ഇപ്പോൾ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നത്. അടുത്തതായിട്ട് ഒരുപാട് സ്നേഹത്തോടുകൂടി ശ്രീ രമേശ് അവളൂർ സാറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ 5 വർഷക്കാലമായി ജന്മഭൂമി ദിനപത്രത്തിന്റെ കൊട്ടാരക്കര ലേഖകനാണ്. 20 വർഷക്കാലമായി പ്രൊഫഷണൽ ഫോട്ടോ രംഗത്തെ നിറ സാന്നിധ്യമാണ്. കൊട്ടാരക്കര അവളൂർ സ്വദേശി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടിയുണ്ട്. നമ്മുടെ കൈയ്യടിയുടെ ശബ്ദമൊക്കെ കുറച്ച് കുറയുന്നുണ്ട് എല്ലാവരെയും. അപ്പൊ ഇനി ഒരുപാട് കൈയ്യടിക്കാനുള്ളതാണ്. ജനമേട പറയുന്നത് ഒരു പണിയായി നിങ്ങൾക്ക് വിഷമം കൈയ്യടി പറയുന്നതാണ്. അപ്പൊ അടുത്തായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ SR മനോജ് കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. മീഡിയ വിഷൻ ചാനലിന്റെ കൊട്ടാരക്കര റിപ്പോർട്ടറാണ് അദ്ദേഹം. മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ സ്പിന്നറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര പെരുംകുളം സ്വദേശി
കൂടിയാണ്. GSR മനോജ് കുമാർ സാറിനെയാണ് ഈ ഒരു വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ജനാമേഡൻ ആദരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹം അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് ശ്രീ ബി സന്തോഷ് കുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്നേഹാദരം സ്വീകരിക്കാനായി. 20 വർഷത്തിലധികമായി മനോരമയുടെ കൊട്ടാരക്കരയിലെ ലേഖകനാണ്. മുൻപ് മാതൃഭൂമി കൊല്ലം ബ്യൂറോയിലും ജോലി നോക്കിയിരുന്ന അദ്ദേഹം ചവറ സ്വദേശിയായ സന്തോഷ് സാർ ഇപ്പോൾ കൊട്ടാരക്കര പള്ളിക്കൽ ആണ് താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടുകൂടി ഈ ഒരു സ്നേഹാദരവും കമന്റോയും ഈ ഒരു പൊന്നാടയും ഒക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് ശ്രീ പി അഭിലാഷ് സാറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ 15 വർഷത്തിലധികമായി മാതൃഭൂമി കൊട്ടാരക്കര ലേഖകനാണ്. സാഹിത്യകാരനും വാഗ്മിയുമാണ് അദ്ദേഹം. കൊട്ടാരക്കര കുളക്കരയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ശ്രീ പി അഭിലാഷ് സാറിന് ഒരു വലിയ നന്ദി സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് ശ്രീ ജി സുരേഷ് സാർ ആണ്. 27 വർഷമായി ജന്മഭൂമിയിൽ ലേഖകനാണ് അദ്ദേഹം. മാനേജർ എന്നീ മേഖലകളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രദക്ഷിണം ന്യൂസ് ചാനലിലൂടെ ഓൺലൈൻ രംഗത്തും സജീവമായി കൊണ്ടിരിക്കുന്ന അദ്ദേഹം കൊട്ടാരക്കര പെരുക്കുളം സ്വദേശിയാണ്. അപ്പൊ അദ്ദേഹത്തോടുകൂടി നമ്മുടെ മാധ്യമ രംഗത്തെ ഈ ഒരു സ്നേഹാദരവ് അവസാനിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കലാമണ്ഡലം കലാകാരന്മാർക്കുള്ള അവാർഡാണ്. ഈ ഒരു സ്നേഹാദരവ് സ്വീകരിക്കാനായി ശ്രീമതി രാജമ്മ ചന്ദ്രശേഖർ മാഡത്തിനെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശ്രീമതി രാജമ്മ ചന്ദ്രശേഖർ മാഡത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ രാജമ്മ ചന്ദ്രശേഖർ 2024 KV തിരുവനന്തപുരം കലാശ്രേഷ്ഠ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം നേടിക്കഴിഞ്ഞത്. ഇത് നാട്യാഞ്ജലി എന്ന നൃത്ത വിദ്യാലയത്തിൽ 500ഓളം വിദ്യാർത്ഥികൾ നൃത്തം അഭ്യസിച്ചു വരുന്നു. കേരളത്തിന് പുറമെ ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുകയാണ്. കൂടാതെ വാടാനപ്പള്ളി ജനാർദ്ദൻ മാസ്റ്ററിൽ നിന്നും ഭരതനാട്യവും ഡോക്ടറേറ്റ് പെൺകുട്ടി ചിന്ന സത്യത്തിൽ നിന്ന് കുച്ചിപ്പുടിയും അഭ്യസിച്ച രാജമ്മ ചന്ദ്രശേഖർ ഇന്ന് CBSE സംസ്ഥാന കലോത്സവങ്ങളിലെ നിരവധി വിദ്യാർത്ഥികളെ അനുനിർത്തുകയും തിളക്കമാർന്ന വിജയം നേടുവാനും സാധിച്ചു. അടുത്തായിട്ട് ശ്രീ പി ഹരികുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത്രയും സ്പീഡിൽ പറയുന്നത് എല്ലാവരും ഇങ്ങനെ കുറച്ചധികം സമയമായതുകൊണ്ട് വേഗമായിട്ട് ഇരിക്കാനല്ല പോകാനും ഭക്ഷണം കഴിക്കാനും അതുകൊണ്ടാണ് അവിടെ കുറച്ച് സ്പീഡിൽ പറയുന്നത്. ശ്രീ പി ഹരികുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. വേണ്ട അമ്പലത്തിൽ കഥകളി കണ്ട് വടകരയിൽ കൊട്ടാരക്കരയിൽ കഥകളി കണ്ടതിന്റെ ഒരു സ്ഥാപനം ആളാണ്. അപ്പോ അദ്ദേഹം ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഉത്സവത്തോടനുബന്ധിച്ച് 11 ദിവസം നല്ല ഗംഭീരമായിട്ടുള്ള നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ നൽകി നമ്മളെ അടിപൊളിയാക്കി കാര്യങ്ങൾ മുന്നോട്ട് നയിച്ച് നമ്മുടെ ഉദയചന്ദ്രൻ സൗണ്ട്സിലെ ഉദയചന്ദ്രൻ സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ നല്ലൊരു കൈയിടുന്നത്. കാര്യം നമ്മൾ ഈ കണ്ടുവരുന്ന ഓരോ പ്രോഗ്രാമും ഇത്രയും ഗംഭീരമായിട്ട് നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സൗണ്ട്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രത്യേക എഫേർട്ട് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഉദയചന്ദ്രൻ സാറിന് ഒരു വലിയ സ്നേഹം അറിയിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തിൽ നിന്നും. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് തന്ന ഏറ്റവും മികച്ച രീതിയിൽ ഭക്ഷണം നമുക്ക് തന്ന അറപ്പുര ബാലചന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടനാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്നേഹാദരവ് നൽകുന്നത്. ഭക്ഷണം നമ്മുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന സാധനമാണ് അല്ലെ. അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക സന്തോഷവും സ്നേഹവും ഉണ്ട്. മികച്ച രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വയറും മനസ്സും നിറയ്ക്കുന്ന രീതിയിൽ നല്ല മികച്ച ഭക്ഷണം നമുക്ക് നൽകിയതിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടൻ അദ്ദേഹത്തിന്റെ പൊന്നാടയും ഈ ഒരു കമന്റോയും ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഏറെ ബഹുമാനത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായിട്ട് സ്വാഗതം ചെയ്തത് ശ്രീ വേണുഗോപാൽ സാറാണ്. അപ്പോ വേണുഗോപാൽ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നാദസ്വര കലാകാരനാണ്. പുനലൂർ വേണുഗോപാൽ സാറിനെ ഈ ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വേണുഗോപാൽ സാറാണ് ഇപ്പോൾ വേദിയിലെത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു നിറഞ്ഞ കൈയ്യടി നമുക്ക് നൽകാം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് നാദസ്വര കലാകാരൻ വിനായക് വി ഗോപാലനെയാണ് വേദിയിലേക്ക്
സ്വാഗതം ചെയ്യുന്നത് ക്ഷേത്ര ഉപദേശക സമിതി നൽകുന്ന ഈ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ മാനേജർ സെന്റർപുരി വിനായക് ബി ഗോപാൽ വേദിയിലേക്ക് എത്തിച്ചേർന്നുണ്ടെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ക്ഷേത്ര ജീവനക്കാരനായിട്ടുള്ള ചിഞ്ചിലം മണിയൻ പിള്ള സാറാണ് കേട്ടോ. അപ്പൊ കുറച്ച് മുന്നേ പേര് വായിക്കുന്നത് നിങ്ങൾ സ്റ്റേജിന്റെ താഴെ